നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം ഈ ആഴ്ചയിൽ ലോട്ടറി അടിക്കാവുന്ന ഭാഗ്യ നമ്പറുകളെ പറ്റിയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും ലോട്ടറി അടിക്കാവുന്ന ഭാഗ്യ നമ്പറുകൾ ഇട്ടിരുന്നു. പലർക്കും അത് അടിച്ചതായിട്ടാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. പലരും എന്നെ വിളിച്ചിരുന്നു. കിട്ടാത്തവരുമുണ്ട്. കിട്ടാത്തവരിൽ ചിലരും എന്നെ വിളിച്ചിരുന്നു, കിട്ടിയവരും വിളിച്ചിരുന്നു. അപ്പോ ചിലവരുടെ ഭാഗ്യാനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. ചിലവർക്ക് കിട്ടാം, ചിലവർക്ക് കിട്ടാതെയും വരാം. അങ്ങനെയുണ്ട്. അതായത് നിങ്ങളുടെ ദശാസമയമൊക്കെ ഇപ്പം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗ്യ നമ്പർ ഒത്തു വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. അപ്പൊ ഈ ആഴ്ചയിൽ ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ഈ ആഴ്ചയിൽ ലോട്ടറി അടിക്കാവുന്ന ഭാഗ്യ നമ്പറുകളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ആഴ്ച ഏതാണ് 2026 ഫെബ്രുവരി 8 മുതൽ 14 വരെയുള്ള ആഴ്ചയിലെ ഭാഗ്യ നമ്പറാണ് ഞാനിവിടെ പറയുന്നത്. ജ്യോതിഷപരമായി ധനകാര്യങ്ങളിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ ആഴ്ചയിൽ കാണുന്നത്. ജ്യോതിഷപരമായിട്ട് ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾ കേവലം ഗ്രഹനിലയെ മാത്രം ആശ്രയിച്ചു ഉള്ളതല്ല എന്ന് ഓർക്കണം. ലോട്ടറിയൊക്കെ ഒരു ഭാഗ്യ പരീക്ഷണമല്ല. അപ്പൊ അത് ഗ്രഹനിലയെ മാത്രം ആശ്രയിച്ചാണെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നിങ്ങളുടെ രാശിചക്രത്തിലെ 2, 5, 9, 11 എന്നീ ഭാവങ്ങളിലെ സാമ്പത്തിക നേട്ടങ്ങൾ ഇതിനെ സ്വാധീനിക്കും. അതായത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയിലെ 2, 5, 9, 11 എന്നീ ഭാവങ്ങൾ ഈ ആഴ്ച ഗ്രഹനിലയിൽ അത് സ്വാധീനിക്കുന്ന ഭാവങ്ങളാണ്. അപ്പൊ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഭാവങ്ങളാണ്. അപ്പൊ സാമ്പത്തിക ഭാവങ്ങൾ എന്ന് തന്നെ പറയാം. അതിനെ നേട്ടങ്ങളുണ്ട്, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഭാവം. അപ്പൊ ഈ ആഴ്ചയിലെ ഗ്രഹസഞ്ചാരം അനുസരിച്ച് പൊതുവായ ചില ഭാഗ്യ അക്കങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. 1 5 ഒറ്റക്ക നമ്പർ. ലോട്ടറിയിലെ ഒറ്റക്ക നമ്പർ എടുക്കുന്നവര് നോക്കിയെടുക്കുന്നവര് 5. അത് ബുധന്റെ നമ്പറാണ്. കഴിഞ്ഞ ആഴ്ചയിലും ബുധന്റെ നമ്പർ 5 ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ബുധന്റെ നമ്പർ 5. അപ്പൊ ഈ ആഴ്ച ബുധന് സ്വാധീനം കൂടുതൽ കാണുന്നതാണ്. അതുകൊണ്ട് 5 എടുക്കാം. പിന്നെ അതുകൂടാതെ 8 എടുക്കാം. 8, 9 എടുക്കാം. 8 ശനിയുടെ നമ്പറും 9 ചൊവ്വയുടെ നമ്പറും കൂടിയാണ്. അപ്പൊ ശനിക്കും ഈ ആഴ്ച സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കി തരാൻ പറ്റിയാവുന്ന ഒരാഴ്ചയാണ്. അതുകൂടാതെ ചൊവ്വ മകരത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഉച്ചത്തിലെ നിൽക്കണേന്. അപ്പൊ ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ബലം കൂടും. അപ്പൊ അതുകൊണ്ട് ചൊവ്വയുടെ നമ്പറിനും ഈ ആഴ്ച പ്രസക്തിയുണ്ട്. അപ്പൊ 5, 8, 9 ഈ ഒറ്റക്ക നമ്പർ ഈ ആഴ്ചയിൽ ഭാഗ്യം അടിക്കാൻ കിട്ടാവുന്ന നമ്പറാണ്. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുന്ന ഒരു നമ്പറാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുകൂടാതെ ഉള്ളത് ഇരട്ട നമ്പറാണ്. ഇരട്ട നമ്പർ എന്ന് പറഞ്ഞാൽ ഇരട്ടക്കമുള്ള നമ്പർ 14, 23, 32, 41, 50. 14, 23, 32, 41, 50 ഈ നമ്പറുകൾ ബുധന്റെ നമ്പറായിട്ട് ബന്ധപ്പെട്ടാണ്. 5ആയിട്ട് ബന്ധപ്പെട്ട നമ്പറാണ്. അപ്പൊ ഇത് നമ്പർ തമ്മിൽ കൂട്ടി നോക്കിയാലും ഈ നമ്പർ തന്നെ വരും. 44 എന്ന് പറയുമ്പോൾ 4ഉം 1 ഇല്ലേ? 4ഉം 1 കൂട്ടി 5 വരും. 23 എന്ന് പറഞ്ഞാൽ 3ഉം 2 അല്ലേ? അപ്പൊ 3ഉം 2ഉം കൂട്ടി 5 വരും. പിന്നെ 32 3ഉം 2ഉം കൂടി കൂട്ടിയാൽ 5 വരും. അതുപോലെ 41 4ഉം 1ഉം കൂട്ടിയാൽ 5 വരും. പിന്നെ 5ഉം 0 കൂട്ടിയാൽ 5 വരും. അപ്പൊ 14, 23, 32, 41, 50 ഈ തീയതികൾ ബുധന്റെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഈ തീയതികളല്ല, ഈ ഭാഗ്യ നമ്പറുകൾ ബുധന്റെ നമ്പറുകളായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ നമ്പർ തിരഞ്ഞെടുക്കാം. അതായത് ഞാൻ ഒന്നുകൂടി പറയാം. 14, 23, 32, 41, 50 ഈ ഇരട്ട നമ്പർ. ഒറ്റ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് കൂടാതെ 18, 27, 36, 45 ഈ നമ്പറുകൾ ഞാൻ ഒന്നുകൂടി പറയാം. 18, 27, 36, 45 ഇത് ചൊവ്വ എന്ന ഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്പറാണ്. അതായത് 9ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ 18 കൂട്ടി 18 നമ്പർ കൂട്ടിയാൽ 9 കിട്ടും. 27 കൂട്ടിയാൽ 7, 2, 9. 36 കൂട്ടിയാൽ 6, 3, 9.
45 കൂട്ടി 5 ഇന്നലെ 9. അപ്പൊ ചൊവ്വയായിട്ട് ബന്ധപ്പെട്ട, അപ്പൊ ചൊവ്വക്ക് ബലം കൂടുതലാണ് ഈ ആഴ്ച. ഇത് വെറുതെ തമാശയായിട്ടോ എന്തെങ്കിലും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഗ്രഹങ്ങളായിട്ട് ബന്ധപ്പെട്ട ചില നമ്പറുകളാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ അതുകൂടാതെ ഇനി 3 അക്ക നമ്പർ പറയാം. 3 അക്ക നമ്പർ എന്ന് പറഞ്ഞാൽ അത് സീരീസ് നമ്പറാണ്. 518. 518 എന്ന് പറഞ്ഞാൽ ബുധനുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ 5. പിന്നെ 18 1 സൂര്യന്റെ നമ്പറാണ് 1. പിന്നെ 8 അത് ശനിയുടെ നമ്പർ. അപ്പൊ 518. അപ്പൊ സൂര്യനും ബുധനും ശനിയും കൂടി കൂടിയ ഒരു സംക്രമ സംഖ്യയാണത്. കൂടുന്ന ഒരു യോഗത്തിന് അനുസരിച്ചുള്ള സംഖ്യയാണത് 518. അപ്പൊ തീർച്ചയായിട്ടും ഈ നമ്പറിന് 518 3 അക്ക നമ്പറിന് ലോട്ടറി അടിക്കാവുന്നതാണ്. പിന്നെ അതുകൂടാതെ 329 905 ഈ നമ്പറുകളും 3 അക്ക നമ്പറുകൾക്കും ഭാഗ്യ സാധ്യത കൂടുതലാണ്. പിന്നെ ടിക്കറ്റിലെ അവസാന അക്കങ്ങൾ കൂട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 5, 8, 9 കിട്ടുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതായത് 5, 8, 9 ചൊവ്വയുടെയും ശനിയുടെയും ബുധന്റെയും നമ്പറാണ് 5, 8, 9. അപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന ടിക്കറ്റിന്റെ അവസാനം ഒന്നിച്ചു കൂട്ടുമ്പോൾ അത് 5ലോ 8ലോ 9ലോ വരണം. മനസ്സിലായ? 5ൽ അവസാനിക്കണം, അല്ലെങ്കിൽ 8ൽ അവസാനിക്കണം, അല്ലെങ്കിൽ 9ൽ അവസാനിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഫലമാണ്. അപ്പൊ എന്റെ ഈ ജ്യോതിഷ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് ഒന്ന് ലൈക്ക് ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ കമന്റുകളും ഇടണം. ഒത്തിരി ആൾക്കാർ കഴിഞ്ഞ ആഴ്ച എന്റെ ഇതിൽ കമന്റ് ഇട്ടിരുന്നു, അതിന് റിപ്ലൈ ഞാൻ കൊടുത്തിരുന്നു. അപ്പൊ ഇനിയും നിങ്ങളുടെ ഈ അനുഭവത്തിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റായിട്ട് എന്റെ യൂട്യൂബിൽ ഇടാൻ താല്പര്യപ്പെടുകയാണ്. ഇനി വേറെയുണ്ട് നമ്പറുകൾ. അതായത് നിങ്ങളുടെ ജനന തീയതി അനുസരിച്ച് ചില നമ്പറുകളുണ്ട്. ഓരോരുത്തരെയും ഓരോ ദിവസം ജനിക്കുമല്ലോ. ആ ജനിക്കുന്ന ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതനുസരിച്ചുള്ള ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പറാണ് പറയുന്നത്. എല്ലാ ആഴ്ചയിലും ഈ നമ്പർ തന്നെ ആകണമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏത് മാസത്തിൽ ജനിച്ചവരായിക്കോട്ടെ, നിങ്ങൾ ജനിച്ച ഒരു തീയതിക്ക് ഒരു ഇതുണ്ട്. അപ്പൊ ഈ ആഴ്ചയിൽ അതിനുള്ള ബലമുണ്ട്. ആ ബലമാണ് പറയുന്നത്. നിങ്ങൾ 1-ാം തീയതി, 10-ാം തീയതി, 19-ാം തീയതി, 28-ാം തീയതി തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പർ 104, 550, 828. ഞാനൊന്നുകൂടി പറയാം. 1-ാം തീയതി, 10-ാം തീയതി, 19-ാം തീയതി, 28-ാം തീയതി തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യ നമ്പർ 104, 550, 828. ഇനി 2-ാം തീയതി, 11-ാം തീയതി, 20-ാം തീയതി, 29-ാം തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യ നമ്പർ 203, 716, 509. ഒന്നുകൂടി പറയാം. 203, 716, 509. ഇനി 3-ാം തീയതി, 12-ാം തീയതി, 21-ാം തീയതി, 30-ാം തീയതി ഈ തീയതികളിൽ ജനിച്ചവർ, നിങ്ങൾ ഏത് മാസത്തിൽ ജനിച്ചവരായിക്കോട്ടെ, ഈ തീയതികളിൽ ജനിച്ചവരായിരിക്കണം. അപ്പൊ 3, 12, 21, 30 തീയതികളിൽ ജനിച്ചവർക്ക് 338, 914, 527 ഭാഗ്യ നമ്പറാണ് ഈ ആഴ്ചയിലെ. ഇനി 4-ാം തീയതി, 13-ാം തീയതി, 22-ാം തീയതി, 31-ാം തീയതി ഈ തീയതികളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പർ 401, 850, 221. ഇതാണ് ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പർ. ഇനി 5-ാം തീയതി, 14-ാം തീയതി, 23-ാം തീയതി. അതായത് 5-ാം തീയതി ജനിച്ചവര്, 14-ാം തീയതി ജനിച്ചവര്, 23-ാം തീയതി ജനിച്ചവർക്കുടെ ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പർ 500, 149, 320. ഒന്നുകൂടി പറയാം. 500, 149, 320. ഇനി 6, 15, 24 തീയതികളിൽ, 6-ാം തീയതി, 15-ാം തീയതി, 24-ാം തീയതി, 24 തീയതികളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പർ 617, 806, 510. ഈ നമ്പറുകളാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ഭാഗ്യ നമ്പർ. ഇതുകൂടാതെ 7, 16, 25 തീയതികളിൽ ജനിച്ചവര് ഭാഗ്യ നമ്പർ ഈ ആഴ്ചയിൽ 701, 257, 916. അതുകൂടാതെ ഇനി 8-ാം തീയതി, 17-ാം തീയതി, 26-ാം തീയതി ഈ തീയതികളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പർ 815, 440, 908. പിന്നെ അവസാനം 9, 18, 27
ഈ തീയതികളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പർ 900, 315, 621. ഇതെല്ലാം ഒരു കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന നമ്പറുകളാണ്. അപ്പോ ജ്യോതിഷം എന്നത് ഒരു വഴികാട്ടി മാത്രമാണ്. ഞാൻ ഈ നമ്പറൊക്കെ പറഞ്ഞു തന്നത് ഒരു വഴികാട്ടിയായിട്ട് മാത്രമാണ്. ലോട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്യോതിഷം ഒരു വഴികാട്ടിയാണ് മനുഷ്യന്. എന്നാൽ ലോട്ടറി ഒരു ഭാഗ്യപരീക്ഷണമാണ്. അപ്പൊ ലോട്ടറിയിലെ ഭാഗ്യപരീക്ഷണം അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, ഇല്ലേ? അപ്പൊ ആ ഉത്തരവാദിത്തം നിങ്ങളുടേതായി മാറും. അപ്പൊ നിങ്ങളുടെ ദശാസമയവും അതുകൂടാതെ അപഹാര സമയവും ഒക്കെ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യ നമ്പർ അടിക്കുന്നതാണ്. അപ്പൊ ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ കമന്റുകളും അതേപോലെ തന്നെ ലൈക്കും ഈ വീഡിയോയിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.